കുറച്ച് കാലം മുൻപ് നമ്മുടെ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് കെഫെ ലിറ്റിൽ. ഞാൻ ലണ്ടനിൽ വരുമ്പോൾ തന്നെ നമ്മൾ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള കെഫെ ലിറ്റിലിനെ കുറിച്ച് ഒരുപാടാണ് കേട്ടിട്ടുള്ളതും ഒരുപാട് ആൾക്കാർ കെഫെ ലിറ്റിലിൻ്റെ കേക്കിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേ ഞാൻ കെഫെ ലിറ്റിൽ പോയിരുന്ന് അവിടുത്തെ മെനു ഒക്കെ ഭയങ്കരമായിട്ട് പഠിക്കുകയാണ്, വായിക്കുകയാണ്. നോക്കിയിട്ട് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ആലിയ ഭട്ട് പറഞ്ഞത് മിൽക്ക് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്കുകളുണ്ട്. അവിടെ ഇരുന്ന് ഞാനിതിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ആലിയ ഭട്ടിൻ്റെ കേക്ക് ഇങ്ങനെയാണ്, ഒരു ചോക്ലേറ്റ് കേക്കുണ്ട്, ചോക്ലേറ്റ് ഫഡ്ജ്, പിന്നെ അല്ലാതെ കുറേ സ്ട്രോബെറി ടാർട്ട്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് നെയിംസ് ആണ്. ഇത് ടാർട്ട്സ്, ബ്ലൂബെറീസ്, റാസ്ബെറീസ്, പിന്നെ അല്ലാണ്ട് തന്നെ ഹണികോം കേക്ക്, അങ്ങനെ കുറേ അധികം വെറൈറ്റി കേക്കാണ്. ഭയങ്കര അടിപൊളി പ്രസൻറ്റേഷനാണ് കേട്ടോ. ഈ സ്ട്രോബെറീസിൻ്റെ കേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ റാസ്ബെറീസ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. അതിനിടയിൽ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ കൊണ്ട് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടി, പക്ഷെ അത് റിയലൈസ് ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാട്ടോ. ഈ സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ റോസ് പെറ്റൽസ് ആൻഡ് പിസ്താഷ്യോ കേക്കാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഈ കുറേ പേരറിയാൻ പാടില്ലാത്തത് അറിയാവുന്നതായിട്ടുള്ള കുറേ കേക്കുകളുണ്ട്. എല്ലാം രസമാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് അതിങ്ങനെ വെച്ചേക്കുന്നത്. അതിന് എല്ലാത്തിനും നമുക്ക് അത് തന്നെ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയൊക്കെ കണ്ടിട്ട് ഞാൻ മെനുവിൽ കൂടെ ഗോത്രൂ ചെയ്തിട്ട് കുറേ കേക്ക്സ് ഉണ്ട്. എനിക്ക് എല്ലാത്തിനും ആക്കാവുന്നത് കുറേ ഞാൻ ചീസ് കേക്ക് മേടിച്ചു. ഇതേ കാണുന്നത് ചീസ് കേക്കാണ്. പിന്നെ ഇത് ബ്രൗണിയാണ്, ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഇത് മിൽക്ക് ചോക്ലേറ്റ് കേക്ക്. പിന്നെ അത് നെക്സ്റ്റ് കാണുന്നത് സാഫ്രൻ കേക്കാണ്. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് കേക്കും സാഫ്രൻ കേക്കും മാത്രമായിരുന്നു. ബാക്കിയൊക്കെ അത്രയൊന്നും നല്ലതല്ലായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടത് ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ആണ്. അതും ഭയങ്കര രസമായിരുന്നു. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ക്രിസ്മസിൻ്റെ ടൈമിൽ രണ്ടും കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ഈ സ്റ്റാർസും ഏഞ്ചൽസും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അത്യാവശ്യം കഫേ ലിറ്റോയിൽ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്നോ, അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പോകില്ല. അപ്പം അത്രയും വേർത്ത് ഹൈപ്പാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് വൺ ടൈം ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അവിടെ ആകെപ്പാടെ എനിക്കിഷ്ടപ്പെട്ടത് ആ മിൽക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്. പൊതുവേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ല കേക്കൊക്കെ ഞാൻ വേറെ പല സ്ഥലങ്ങളിലും കഴിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ